അല്ല, നമ്മളെല്ലാം പഠിക്കുമ്പം ബ്രാൻഡ് മാറ്റും സിഗരറ്റ്. അന്ന് പനാമ, ചാർമിനാർ, സിസാർ, പിന്നെ വിൽസ്, കോസ്റ്റ്ലിയ. അത് ഇത് മൂന്നെണ്ണം. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും പറഞ്ഞു, നീ ബ്രാൻഡ് പിന്നെയും മാറ്റിയ. ഞാനല്ല, അച്ഛൻ മാറ്റുന്ന. നമ്മളെവിടെ മാറ്റാ, നമുക്കെന്തോ ഇരിക്കുന്നു, മാറ്റാൻ പൈസ വേണ്ടേ. അച്ഛൻ്റെ സിഗരറ്റിന്റെ ബാക്കിൽ നിന്നൊക്കെ സിഗരറ്റ് അടിച്ചുകൊണ്ട് വീട്ടിൽ സ്കൂളിൽ പോയി വെച്ചോണ്ടിരുന്നു. അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ പുള്ളി എണ്ണി വെക്കുമെന്ന് വന്നു. അതിന്റെ കണക്കൊക്കെ ഉണ്ട് പുള്ളിയുടെ കയ്യില്. അപ്പോ മുകേഷ് ചേട്ടന്റെ മഞ്ഞ സെൻകാർ അപ്പൊ ഇങ്ങനെ പോകുന്ന കഴിക്കുമ്പോ ആനയെ കണ്ടപ്പോ പടം ഹിറ്റാവെന്ന് പറഞ്ഞു. പിന്നെ അല്ല, അത് ജഗദീഷിന്റെ അടുത്ത് തന്നെ ചോദിക്കണം. പക്ഷെ നമ്മളിപ്പോഴും വിശ്വസിക്കുന്നുണ്ട്, ഒരു സ്ഥലത്ത് പോകുമ്പോൾ രാവിലെ ആനയെ കണ്ടാൽ, അതും പുറംതിരിഞ്ഞ് നിൽക്കുന്ന ആനയെ കണ്ടാൽ ഏറ്റവും ഐശ്വര്യമാണ് എന്നൊരു പറച്ചിലുണ്ട്. ആനയെ കണ്ടിരുന്നോ? ആന ലക്കാന്ന് പറഞ്ഞിട്ട് ജഗദീഷ് റിവേഴ്സ് അടിപ്പിച്ചു, ഫുൾ കണ്ടില്ലെന്ന് പറഞ്ഞു. ആന നല്ല അത് കാട്ടാനായിരുന്നു, വന്ന് ബാക്കിൽ നിന്ന് ഇങ്ങനെ പൊക്കി. അങ്ങനെ നമ്മളെല്ലാം രക്ഷപ്പെട്ടു. ചുമ്മാ ഞാനും ഒരു ഇംപ്രവൈസ് ചെയ്യണ്ടേ. ഞാനെ പറ്റി പറയുമ്പോൾ ശ്രീനിയേട്ടൻ മിടുക്കനാണ്, ഏട്ടനെക്കൊണ്ടൊന്നുമല്ല, ഇതിനെപ്പോലെ ഒരുത്തൻ ഇല്ല. മഹേഷനുള്ള സമയത്ത് ഉണ്ടായിട്ടില്ല. മഹേഷുള്ള സമയത്ത് ഞാൻ വീട്ടിലോട്ടേ പോകാറില്ല. അതിനെ പറ്റി വളരെ നല്ല അഭിപ്രായമാണ്. പക്ഷെ പുള്ളിക്ക് പറ്റിയൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ കൂത്തുപറമ്പിലൊന്നും ആരും ശ്രീനി പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ഇത് അയാൾ ആ ധ്യാനെ പറ്റി പറഞ്ഞ കണക്കാ, വിശ്വസിക്കല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ചെറിയൊരു ന്യൂസ് നമ്മൾ കേട്ടിട്ടുണ്ട്. രാംജി റാവു സ്പീക്കിങ്ങില് പ്രിവ്യൂ ഷോ ഇട്ടിട്ട് അവരെല്ലാവരും ഈ ചെക്കിങ് ആണ്. പ്രൊഡ്യൂസർ, ഡയറക്ടർ, ബാക്കിയുള്ള എല്ലാവരും ഈ സിനിമ കാണാൻ വരുന്നവരുടെ മുഖവും അവരുടെ ഭാവങ്ങളും. അത് കഴിഞ്ഞിട്ട് ഭയങ്കര നിരാശയായിരുന്നു എല്ലാവർക്കും. കുറെ കുട്ടികളുണ്ടായിരുന്നു, അവരൊരിക്കൽ പോലും ചിരിച്ചില്ല. അവർക്ക് മനസ്സിലായില്ല ഇത് അങ്ങനെയാണ്. ഓണത്തിന് റിലീസ് ചെയ്യാതെ ഓണത്തിന്റെ 2 ആഴ്ച മുമ്പ് റിലീസ് ചെയ്തു. ഇതെന്തോന്നത് ഒരു റാംജി റാവു എന്തോന്നൊക്കെ പറഞ്ഞിട്ട് പിൽക്കാലത്ത് അത് ഗംഭീരമായി. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ചു പോകാം. അപ്പൊ ഇന്ന് നമ്മൾ ചോദിച്ചു പോകുന്നത് ഓഗസ്റ്റ് 9 തിയേറ്ററിൽ റിലീസ് ആകാൻ പോകുന്ന സൂപ്പർ സിന്ദഗി എന്ന് പറയുന്ന മൂവിയാണ്. തിയേറ്റേഴ്സ്. സോ ഐ ആം വെൽക്കമിങ് ഞാൻ മുകേഷ് ചേട്ടാ, പാർവതി, ഋതു. ഹലോ, വെൽക്കം. അപ്പൊ എല്ലാവരും സൂപ്പറായിട്ട് ഇരിക്കുകയാണ്. എന്താണ് ഈ സൂപ്പർ സിന്ദഗി? സൂപ്പർ സിന്ദഗി എന്ന സിനിമ എന്നെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഒരുപാട് മലയാളിത്തം, പേരൊക്കെ സിന്ദഗി എന്നൊക്കെ ഉള്ള ഹിന്ദി പേരാണെങ്കിലും മലയാളിത്തവും മലയാള തനിമയും ഉള്ളതാണ്. എന്ന് വിചാരിച്ച് നേരെ ഷൊർണൂരിലെ നീളാനദിയും അതൊന്നുമല്ല. ആരാണോ എന്താണോ മലയാളി, മലയാളിയുടെ മനസ്സ്, ഈസി മണി, എങ്ങനെ വലിയ ബുദ്ധിമാന്മാരാണ്, ലോകത്തുള്ള ഏറ്റവും വലിയ ബുദ്ധിമാന്മാരാണ് മലയാളികൾ. എന്നാൽ ഏതെങ്കിലും സ്ഥലത്ത് ഇരുനില മൂർഖനുണ്ട്, മൂങ്ങയുണ്ട്, വെള്ളിമൂങ്ങ, ആടുമാഞ്ചിയുണ്ട്, എല്ലാ ബുദ്ധിയും മാറ്റി വെച്ചിട്ട് നേരെ ഈസി മണി. ഇത് ശരിക്കും പറയാൻ നടന്ന സംഭവമാണ്. മലയാളികൾക്ക് മാത്രം നടത്താൻ പറ്റുന്ന സംഭവങ്ങൾ ഇനിയും നടത്തും. ഈ സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോധവൽക്കരണ സിനിമയാണെന്ന് പറയാം. നമ്മൾ ഒരുപാട് മലയാളികൾ എടുത്ത് ചാടരുത്. ഒരു സ്ഥലത്ത് നിന്ന് നിധി കിട്ടുക. ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ പേപ്പർ വായിച്ചിട്ടുണ്ട്. നിധി എടുക്കാൻ വേണ്ടി പോയ ആൾക്കാരെ ഒന്നുകിൽ പറ്റിച്ചു, അല്ലെങ്കിൽ പോലീസ് പിടിച്ചു. ഒരു കാലഘട്ടം മുഴുവൻ നിന്നിട്ട് ഇപ്പോഴും നിധിക്ക് വേണ്ടി ആളുകൾ നടക്കുക. കാര്യം എങ്ങനെയെങ്കിലും 4 കാശ് വലിയ പണിയില്ലാതെ ഉണ്ടാക്കാൻ പറ്റുമോ? ഇപ്പൊ സിദ്ധാർത്ഥനും മുജീബും രണ്ടുപേരും ശരിക്കും മലയാളി തനിമ മലയാളികളാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇങ്ങനെ ഒരു ഓഫർ വന്നപ്പോൾ നോ എന്ന് പറയാൻ പറ്റത്തില്ല. അത് ലോക മലയാളി ചരിത്രത്തിലുള്ള അതിൻ്റെ ഭവിഷ്യത്തുകളും അതിൻ്റെ ത്രില്ലിങ്ങും അവിടെ നടക്കുന്ന ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ സ്ഥലത്താണ്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ നേരിട്ട് അനുഭവിച്ച ടെൻഷനും കാര്യങ്ങളുമാണ് ഞങ്ങളിലൂടെ ആൾക്കാരെ കാണിക്കുന്നത്. സൂപ്പർ സിന്ദഗി കാണുമ്പോൾ കണ്ടു കഴിഞ്ഞിട്ട് 1 മിനിറ്റ് ഇങ്ങനെ നമ്മൾ പെടരുതെന്ന് പറയും. 2ാമത്തെ മിനിറ്റിൽ എന്നാ പിന്നെ ആ ഡയമണ്ടിന്റെ കാര്യം നോക്കിയാലോ, ഡയമണ്ടിന്റെ പറഞ്ഞു വെക്കുന്നുണ്ട്. ആ തരത്തിലുള്ള ശരിക്കും ഒരു എന്താ പറയുന്നത് ബോധവൽക്കരണ സിനിമയാണ് സൂപ്പർ സിന്ദഗി വിത്ത്
ത്രിൽ ആൻഡ് എന്റർടൈൻമെന്റ് ആൻഡ് ഹ്യൂമർ. എല്ലാം ഹ്യൂമറും നമ്മുടെ എല്ലാവരും നിസ്സഹായാവസ്ഥ. ഒരു സ്ഥലത്ത് വരുമ്പോൾ മലയാളിയുടെ ദുഃഖമാണ് നമ്മളെ എടുത്തിയാട്ടത്തിൻ്റെയും നമ്മളുടെ ആ ഒരു മോഹത്തിൻ്റെയും ഒക്കെ മോഹഭംഗം, തിരിച്ചുള്ള ഒരടിയും, എന്നാൽ ഇത് നമ്മൾ മാറത്തില്ല എന്നുള്ള ഒരു മുദ്രാവാക്യം. അതാണ് എനിക്ക് തോന്നി. ഈ കഥ കേട്ടപ്പോൾ ഞാൻ ത്രില്ലായി. ഇത് കറക്റ്റ് ഇതിനപ്പുറം സിനിമയെ കുറിച്ചാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് മുകേഷിനോട് പറഞ്ഞു. അങ്ങനെ ഈസിയിൽ പണം ഉണ്ടാക്കാൻ പറ്റി വന്നിട്ട് അത് അതിനാണ് സിനിമയിൽ വന്നത്. അതിനേക്കാളും സുഖമുള്ള വേറെ പരിപാടി എനിക്ക് വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇതുപോലെയൊക്കെ തന്നെ. അതാണ് ഇതിനകത്ത് ഒരു കംപ്ലീറ്റ് പ്ലോട്ട് എന്ന് പറയുന്നത്. ബാക്കി ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റർ നമ്മുടെ സുഹൃത്താണ്. പുള്ളിയുടെ ജീവിതത്തിൽ ശരിക്കും പുള്ളിയുടെ ലൈഫിൽ സംഭവിച്ച കാര്യമാണ്. അപ്പോൾ അങ്ങനെ ആ പുള്ളിക്ക് മനസ്സിലായി ഇത് അത് നടക്കാതായപ്പോൾ പുള്ളിക്ക് മനസ്സിലായി അതിനേക്കാളും നല്ല പരിപാടി സിനിമയാണെന്ന് മനസ്സിലായി. ഈസി മണി അവിടെ എന്തായാലും പോയി. ഇനിയിപ്പോ ഇവിടെ നോക്കാം. അങ്ങനെ ഇവിടം വരെ എത്തി സിനിമ. പിന്നെ ഓക്കെ ആണല്ലോ ആ കാര്യത്തിൽ ഒരു തീരുമാനം. ഇതില് എന്താ പറയുന്നേ, ധ്യാന്റെ ക്യാരക്ടറിന്റെ ഒരു ഓപ്പോസിറ്റ് ക്യാരക്ടറാണ്. ധ്യാൻ മുകേഷേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈസി മണി അങ്ങനത്തെ ഒരു കുറച്ചൊരു അലമ്പ് ക്യാരക്ടർ, ലേസി ആയിട്ടുള്ള. പക്ഷേ എൻ്റെ കുറച്ചൊരു ഓപ്പോസിറ്റ്. ബാലൻസ് ചെയ്യാൻ എപ്പോഴും ഒരു കപ്പിളിൽ ഒരാൾ ഓപ്പോസിറ്റ് ആയിരിക്കണം. ഹാർഡ് വർക്കിംഗ്, ഹെൽപ്പ് ചെയ്യുന്ന ആള്, കാശ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന, അങ്ങനെ എൻ്റെ അടുത്ത് ചോദിക്കും. അങ്ങനെയൊക്കെ ഒരു കുറച്ച് ആ ക്യാരക്ടറിനെ ബാലൻസ് ചെയ്യുന്ന ഒരു ഗേൾ ഫ്രണ്ട്. എൻ്റെ ക്യാരക്ടർ പറഞ്ഞാൽ ഇതൊരു ട്രാവൽ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേർക്കും ഇഷ്ടമുള്ള ഒരു സിനിമയാണ്. ഒബ്വിയസ്ലി ഇറ്റ്സ് എ ട്രാവലിംഗ് എക്സ്പീരിയൻസ്. അപ്പോൾ ഐ തിങ്ക് ധ്യാൻ ചേട്ടനും മുകേഷ് സാറൊക്കെ ഒരു വലിയൊരു ജേർണിക്ക് പോവാണ്. അപ്പം അതിലൂടെ കുറച്ച് ക്യാരക്ടേഴ്സിൽ ഇങ്ങനെ കടന്നു പോകണു. അതിലൊരു ക്യാരക്ടറാണ് ഞാൻ. ആൻഡ് മൈ തിങ് ഈസ് ലൈക്ക് സച്ച് ലെജൻഡറി പീപ്പിൾ ലൈക്ക് മുകേഷ് സാർ ആൻഡ് ധ്യാൻ ചേട്ടനോട് വർക്ക് ചെയ്യാൻ പറ്റി. അതിൽ നല്ലൊരു ഭംഗിയുള്ളൊരു പാട്ടുണ്ട്, ഒരു പാർട്ടി സോങ്. അതിൽ വണ്ടർഫുള്ളായിട്ട് ഞങ്ങൾ ഡാൻസ് ചെയ്തു എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് വാസ് റിയലി ഗുഡ്. അത് മാസ്റ്ററുടെ അടുത്ത് ചോദിക്കണം എങ്ങനെയാണെന്നുള്ളത്. സോ ഓൾ ദിസ് എക്സ്പീരിയൻസ് വാസ് റിയലി ഗുഡ്. ഇപ്പൊ നേരത്തെ ഈ സീമണിയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ വെള്ളിമൂങ്ങ എന്നുള്ള കാര്യം പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ ഓർക്കുന്നു പണ്ട് സിനിമയിൽ അത് മുകേഷേട്ടൻ തന്നെ കുറെ പറഞ്ഞിട്ടുള്ള വെള്ളിമൂങ്ങ പറത്തി വിടുന്നൊരു സംഭവം. പറത്തി വിട്ട് കഴിഞ്ഞാൽ അത് വെള്ളിയില്ല, മൂങ്ങ മാത്രം. വെള്ളിയിൽ നിന്നും പറത്താൻ കിട്ടത്തില്ല, വിദേശത്തോട്ട് പോകും. അപ്പൊ അങ്ങനെ ജഗദീഷേട്ടൻ ഒരു ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കുന്നുണ്ട്. അതായത് ഇൻഹീരിയർ റയറിന്റെ ഷൂട്ടിന്റെ സമയത്ത് ഫസ്റ്റ് ഡേ ഷൂട്ടിന് പോകുമ്പോൾ മുകേഷേട്ടന്റെ മഞ്ഞ സെൻകാർ, പണ്ടത്തെ മഞ്ഞ സെൻകാറിൽ നിങ്ങൾ ഒരുമിച്ച് പോകുന്നു. അപ്പൊ ഇങ്ങനെ പോകുന്ന കഴിക്കുമ്പോൾ ആനയെ കണ്ട ഒരു ഇൻസിഡന്റ്. ആനയെ കണ്ടപ്പോൾ പടം ഹിറ്റാവെന്ന് പറഞ്ഞു. പിന്നെ അത് ഒരാനേന്റെ രണ്ടാനെ കാണുന്നു, മൂന്നാനെ കാണുന്നു. അത് ആക്ച്വലി എന്തായിരുന്നു ഒരു അല്ല, അത് ജഗദീഷിന്റെ അടുത്ത് തന്നെ ചോദിക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ ഒരു ഭാവനയിൽ വരുന്ന കാര്യങ്ങളാണ്. ഒരു 100 കാര്യങ്ങളന്ന് അങ്ങനെയൊക്കെ വരും. അതൊക്കെ പക്ഷെ നമ്മളിപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് പോകുമ്പോൾ രാവിലെ ആനയെ കണ്ടാൽ, അതും പുറംതിരിഞ്ഞ് നിൽക്കുന്ന ആനയെ കണ്ടാൽ ഏറ്റവും ഐശ്വര്യമാണ് എന്നൊരു പറച്ചിലുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ഷൂട്ടിംഗ് സ്ഥലത്തൊക്കെ പോകുമ്പോഴത്തേക്ക് എല്ലാവരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം സക്സസ് ആണ് അതിൻ്റെ പിന്നിൽ. ആനയെ കണ്ടാൽ വിജയിക്കും, 2 മൈന വന്നാൽ വിജയിക്കും, ഒരു കറുത്ത കാക്ക വന്നാൽ ദൈവമേ പോയി. കാര്യം അതൊക്കെ പ്രത്യേകിച്ചും കലാകാരന്മാർക്കുള്ള എന്ന് വെച്ചാൽ കലാകാരന്മാർ മാത്രമല്ല. ഇപ്പം ക്രിക്കറ്റ് നമ്മളൊക്കെ വച്ച് വെക്കുമെന്നാണ് പറയുന്നത്. ക്രിക്കറ്റ് ഒരാൾ ഇങ്ങനെ എഴുന്നേക്കാൻ പോയപ്പം ഒരു 6 അടിച്ചു കഴിഞ്ഞാൽ എഴുന്നേക്കാൻ സമ്മതിക്കത്തില്ല, അവിടെ ഇനി കളി കഴിഞ്ഞല്ലാതെ മാർത്തില്ല. കാര്യം അത്രയൊന്നും നമ്മൾ കലാകാരന്മാരില്ല. അപ്പോൾ ഇതെല്ലാ സ്ഥലത്തും ഉള്ളതാണ്. കാര്യം ഇത് വിശ്വാസങ്ങളും ഇപ്പം ഒരു അമിത ആത്മവിശ്വാസമുള്ള കൂട്ടത്തിലാണ് മലയാളികൾ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ഇതിനു വേണ്ടി കുറേ പൈസ സ്വരൂപിച്ച് കൊണ്ടുവരികയാണ്. കൊണ്ടുവന്നിട്ട് സിദ്ധാർത്ഥൻ അതിനകത്ത് പോളിലിടുന്നു. അത് പൈസ തിരിച്ചു കിട്ടിയില്ല, ഇയാളെ ജോലിയും പോയി, ഇയാളെ ബന്ധവും പോയി. പക്ഷേ മലയാളിയുടെ ചിന്ത എന്ന് പറഞ്ഞാൽ ഒരിക്കലും പോവില്ല, നമുക്ക് കിട്ടും. ഭയങ്കര പൈസ കാര്യത്തിൽ മാത്രം, അല്ലാതെ ഒരു ശുഭാപ്തി വ്യത്യാസവും ഇല്ല. ആനയെ കണ്ടിരുന്നോ?
ആന ഈ ലക്ക എന്ന് പറഞ്ഞിട്ട് ജഗദീഷ് റിവേഴ്സ് അടിപ്പിച്ച് ഫുൾ കണ്ടില്ലെന്ന് പറഞ്ഞിട്ട്. അത് ശരിക്കും വാൾപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. റിവേഴ്സ് അടിപ്പിച്ച് ആനയെ അത് കാട്ടാനയായിരുന്നു, വന്ന് ബാക്കിൽ നിന്ന് ഇങ്ങനെ പൊക്കി. അങ്ങനെ നമ്മളെല്ലാം രക്ഷപ്പെട്ടു. ചുമ്മാ ഞാനും ഒരു ഇംപ്രവൈസ് ചെയ്യണ്ടേ. ഇപ്പൊ മുകേഷ് കഥ എന്നുള്ള മുകേഷ് സ്പീക്കിംഗ് എന്നുള്ള അത് കുറച്ചിപ്പോ ഗ്യാപ്പ് ആയല്ലേ? അല്ല, ഈ ഇലക്ഷൻ വന്നപ്പോ ഒന്ന് നിർത്തി വെച്ചിരിക്കും. ഈ ധ്യാൻ നേരത്തെ ഇന്റർവ്യൂല് ഞാൻ കുറേ പേര് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഇപ്പം ശ്രീനേട്ടനായിട്ട് എത്രയോ സിനിമകൾ മുകേഷ് ചെയ്തിട്ടുണ്ട്. അപ്പം ധ്യാൻ കുഞ്ഞായിരുന്ന സമയത്ത് ഈ ശ്രീനേട്ടന്റെ ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോൾ ധ്യാനെ പറ്റി പറയുമ്പോൾ ശ്രീനേട്ടൻ മിടുക്കനാണ്, ഏട്ടനെ പോലൊന്നുമല്ല, അടിപൊളി ഒരു പയ്യനാണ് എന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു 2 പെഗ്ഗൊക്കെ അടിച്ച് കഴിയുമ്പോൾ പറയും ഇതിനെപ്പോലെ ഒരുത്തൻ ഇല്ല, എന്ത് പയ്യനാണെന്നറിയോ എന്ന് തന്നെ ഫ്രണ്ട്സിനൊക്കെ പറയുന്നു. അപ്പൊ അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഇപ്പൊ ശ്രീയുടെ വീട്ടിൽ പോയിട്ടുണ്ട്, എത്രയോ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. മഹേഷനുള്ള സമയത്ത് ഉണ്ടായിട്ടില്ല. മഹേഷുള്ള സമയത്ത് ഞാൻ വീട്ടിലോട്ടേ പോകാറില്ല. പോയിട്ടില്ല. നല്ല അഭിപ്രായം. ഞാനെ പറ്റി വളരെ നല്ല അഭിപ്രായമാണ്. പക്ഷെ പുള്ളിക്ക് പറ്റിയൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കൂത്തുപറമ്പിലൊന്നും ആരും ശ്രീനി പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ഇത് അയാൾ ആ ധ്യാനെ പറ്റി പറഞ്ഞാൽ വിശ്വസിക്കല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ചെറിയൊരു ന്യൂസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലല്ല, അതൊക്കെ നമ്മളതിന്റെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലല്ലേ കാണുന്നത്. അല്ല, പണ്ട് കാലങ്ങളൊക്കെ ഇവർക്കൊക്കെ അച്ഛനൊക്കെ ഭയങ്കര അടിയായിരുന്നു അത്ര. വീട്ടിലൊക്കെ കെട്ടിയിട്ട് അടിക്കലും പഠിച്ചില്ലെങ്കിലും പരിപാടിയൊക്കെ. നമ്മൾ ചെറിയ രീതിയിൽ അപമാനമല്ലേ, അടി ഇതൊന്നുമില്ലല്ലോ. അപമാനം പിന്നെ കുഴപ്പമില്ല. അപമാനം നമ്മളെ ഇൻസൾട്ട് നമ്മളെ വീണ്ടും ഒരു ഫയർ ഉണ്ടാക്കിയെടുക്കും നമ്മുടെ ലൈഫിൽ. ഇനി ഇതാക്കണം. പക്ഷെ എനിക്ക് അതുണ്ട്, ആ ഫയർ ഇല്ലായിരുന്നു. എത്ര അപമാനിച്ചാലും പിന്നെ അത് ശീലമായി പോയി. അപമാനിച്ച് അപ്പൊ പിന്നെ ശീലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി ഇങ്ങനെയൊക്കെ പറയും. മനസ്സിലാക്കാൻ അതെ അതെ. ഇത് ശരിക്കും മമ്മൂട്ടി കമ്പനിയല്ലേ സ്പോൺസർ ചെയ്തത്? വെങ്കലല്ലേ കിട്ടിയത്? അത് ആക്ച്വലി നല്ല എക്സ്പീരിയൻസ് അല്ലേ? എസ്പെഷ്യലി മമ്മൂട്ടി കമ്പനി നമ്മളെ സ്പോൺസർ ചെയ്യുന്നു അല്ലെങ്കിൽ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം അതൊരു വലിയൊരു ഇത് തന്നെയാണ്. അതെ, ശരിക്കും നമ്മൾ വേറൊരു സ്പേസിലേക്ക് പെട്ടെന്ന് തന്നെ ഒരു ഡിഫൻസ് സ്പേസിലേക്ക് പോയി. എനിക്ക് അറിയോന്നറിയില്ലേ സാറിന്, ഞാനൊരു മാർഷൽ ആർട്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, ജുജിത്സു എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഐ വോൺ 2 bronze ഫോർ ഇന്ത്യ. അപ്പം എല്ലാരും സൂക്ഷിച്ചിരിക്കാം. ഒരുപാട് പേര് റെസ്പെക്ട് ചെയ്തു. വെറുതെ എന്തിന് ഇത് വലിയൊരു നല്ലൊരു കാര്യം, എല്ലാവർക്കും അതൊരു പാടാണ്. മമ്മൂക്ക ആക്ച്വലി ഹി വാസ് വെരി കൈൻഡ്. മമ്മൂക്ക എനിക്ക് തോന്നുന്നു ഹി ലവ് മാർഷൽ ആർട്ട്, എനിക്ക് തോന്നുന്നു അങ്ങനെ. എൻ്റെ മമ്മൂക്ക അതിൻ്റെ നാഷണൽസ് കണ്ടിട്ടുണ്ടായിരുന്നു, അതിലിങ്ങനെ ഗോൾഡ് കിട്ടിയതുകൊണ്ടാണ് മമ്മൂക്ക അവരുടെ ടീം അങ്ങനെ പറഞ്ഞപ്പോൾ ഓക്കെ. ആൻഡ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ഇന്ത്യക്ക് വേണ്ടിയിട്ടൊരു മെഡൽ വാങ്ങുക എന്നുള്ളത് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഡിഫൻസ് സ്പേസിലേക്ക് പോകും എന്നുള്ളത്. ആൻഡ് ഐ വോണ്ട് ഇറ്റ് വാസ് ഇൻ ലവ്. ഇനിയിപ്പോൾ വരുന്നുണ്ട് പോളണ്ടിൽ. അപ്പോൾ പറയണ്ടേ, അവർ നാട്ടിൽ നല്ല തല്ല് കിട്ടാനുള്ളപ്പോൾ ഇനി പോളണ്ടിൽ പോയിട്ട് തല്ല് വാങ്ങണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കുറെ നാൾ മുമ്പ് ഇങ്ങനെ ഒരു ലൊക്കേഷനിലൊരു സെക്കൻഡ് ഹീറോയിൻ അഭിനയിക്കാൻ വേണ്ടി ഒരു പെൺകുട്ടി. അപ്പോൾ എല്ലാവരും അങ്ങ് ഭാവനയുടെ ലോകത്തേക്ക് പോയി. മായ മഹാദേവൻ, മായ അപ്പക്കുട്ടൻ എന്നൊക്കെ പറഞ്ഞു. കുട്ടിയുടെ പേര് മായ എന്നൊന്നുമല്ല. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇതേണക്ക് ബ്ലാക്ക് ബെൽറ്റും മറ്റേതോ എന്തോ അവാർഡും ഒക്കെ കിട്ടിയത്. സിസ്റ്റർ വല്ലതും കഴിച്ചത്? സിസ്റ്റർ വലിയ ക്ഷീണമുണ്ട്. സിസ്റ്റർ ഒറ്റ മാറ്റം. അതൊരു മാറ്റം ഇല്ല, ഞാനിത് കഴിഞ്ഞിട്ടാണ്. അതെ, അപ്പൊ ഞാൻ നാഷണലിൽ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്റർനാഷണൽ ആക്ച്വലി ഷൂട്ട് കഴിഞ്ഞ് നവംബറിലായിരുന്നു വേൾഡ് ചാമ്പ്യൻഷിപ്പ്. നമ്മള് അതുപോലെ തന്നെ ഗോഡ്ഫാദർ മൂവിയില് ഇൻട്രൊഡക്ഷൻ സീനും ഉണ്ട്. ഇപ്പൊ മുകേഷ് ചേട്ടനാണെങ്കിലും ഇപ്പം അഞ്ഞൂറാൻ പറഞ്ഞ ക്യാരക്ടർ വിളിക്കുമ്പോൾ ആരോഗ്യം വരുന്നു, അന്നേരം ഷർട്ട് സിഗരറ്റ് പെട്ടെന്ന് ആ ഒരു ബഹുമാനം വരുന്ന ഒരു ആ ട്രാൻസിഷൻ പരിപാടി ഉണ്ട്. ഇപ്പൊ ആ ഒരു പെർട്ടിക്കുലർ സീൻ എടുക്കുവാണെങ്കിൽ അത് പലർക്കും ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എനിക്ക് ധ്യാനാണെങ്കിലും അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു
ബഹുമാനം എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിൽ ആ ടൈമിൽ അങ്ങനെ ഒരു റിയൽ ലൈഫ് ഇവന്റ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താ ഇപ്പൊ അച്ഛനെ വെച്ച് നോക്കുകയാണ്. ഞാൻ ചോദ്യം ഇവിടെയാന്ന് വെച്ചിട്ട് ഒരു തലയാടുന്നുണ്ടല്ലേ? അതായത് ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ മൂവിക്കകത്ത് അതിനകത്ത് സീനുണ്ട്. അതായത് അഞ്ഞൂറാൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഫാദർ വിളിക്കുമ്പോൾ ചെല്ലുന്നു, പക്ഷെ ആരാ വിളിക്കുന്നതെന്ന് അറിയാതെ ചെല്ലുന്നു. പെട്ടെന്ന് ഫാദർ ആണെന്ന് അറിയുന്ന സമയത്തുള്ള ഒരു ബഹുമാനം ഉണ്ടല്ലോ. അല്ലെങ്കിൽ പെട്ടെന്ന് സിഗരറ്റ് ഒക്കെ ഇട്ട് പോകുമ്പോൾ ചിലപ്പോൾ അത് കളയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാം. അങ്ങനെ പല സിറ്റുവേഷൻ ചിലപ്പോൾ ധ്യാന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ ഒരു 1 ഈവന്റ് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? അങ്ങനത്തെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക്. അങ്ങനെ ഭയങ്കര എന്നാലും നമ്മളൊരു ഡിസ്റ്റൻസ് ഇട്ടിട്ടേ നിൽക്കുള്ളൂ. അല്ലാതെ ഞാൻ അച്ഛൻ്റെ സിഗരറ്റിന്റെ ബാക്കിൽ നിന്നൊക്കെ സിഗരറ്റ് അടിച്ചോണ്ട് വീട്ടിൽ സ്കൂളിൽ പോയി വെച്ചോണ്ടിരുന്നു. അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ പുള്ളി എണ്ണി വെക്കുമെന്ന് പറഞ്ഞു. അതിന്റെ കണക്കൊക്കെ ഉണ്ട് പുള്ളിയുടെ കയ്യില്. അപ്പോ ചില ദിവസങ്ങളൊക്കെ പുള്ളി അറിഞ്ഞിട്ടുണ്ടാവണം. അല്ലാതെ അങ്ങനത്തെ ഒരു ഭയങ്കരമായിട്ട് നമ്മളന്ന് സൗഹൃദം സുഹൃത്തിനെ പോലെ ആയിരുന്നു കുറച്ചു കാലം വരെ. അല്ല, നമ്മളെല്ലാം പഠിക്കുമ്പം നമ്മളെ ഈ ബ്രാൻഡ് മാറ്റും സിഗരറ്റ് അന്നൊക്കെ എല്ലാവരും സിഗരറ്റ് ഒളിച്ചിരുന്നും അല്ലാതെയൊക്കെ വലിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് അന്ന് പനാമ, ചാർമിനാർ, സിസർ, പിന്നെ വിൽസ് കോസ്റ്റ്ലിയ, അത് ഇത് 3 അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ എല്ലാവരും പറയും നീ ബ്രാൻഡ് പിന്നെയും മാറ്റിയ. ഞാനല്ല, അച്ഛൻ മാറ്റുന്ന. നമ്മളെവിടെ മാറ്റാൻ, നമുക്കെന്തോ ഇരിക്കുന്നു, മാറ്റാൻ പൈസ വേണ്ടേ. അച്ഛന്റെ കവറിൽ നിന്ന് വരുന്നതാണല്ലോ, പിന്നെ മാറാതിരിക്കല്ലോ ബ്രാൻഡ് എന്നുള്ളതല്ലേ. ഇപ്പൊ അതുപോലെ തന്നെ ഗോഡ് എന്ന് പറയുന്ന മൂവി ലൈക്ക് എക്സ്പീരിയൻസ് വിത്ത് വിജയ്, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഇത് അത് ലൈക്ക് സോ ഹാപ്പി ആയിരുന്നു ആ ടൈം. അതിന്റെ ഒരു പറയുന്നത് അതൊരു അൺഎക്സ്പെക്റ്റഡ് ഇതായിരുന്നു. ബിക്കോസ് അവർ ഇനിഷ്യൽ കാസ്റ്റിങ്ങിൽ ഇല്ലായിരുന്നു. പൂജയൊക്കെ ചെയ്തപ്പോൾ ഇല്ലായിരുന്നു. സഡൻലി ഡയറക്ടറിനെ ഒരു ഫങ്ഷനിൽ കണ്ടു, ഒരു മൂവി ഫങ്ഷനിലായിരുന്നു. ആൻഡ് ജസ്റ്റ് ഇൻട്രാക്ട് ചെയ്തിരുന്നു. ബിക്കോസ് നേരത്തെ അറിയാൻ പറ്റും, അത്ര അറിയില്ല. സഡൻലി ഒരു കൺഗ്രാറ്റുലേഷൻസ് ഫോർ ഗോട്ട് അതേ പറഞ്ഞുള്ളൂ. എക്സാക്ട്ലി ഒരു 1 month കഴിഞ്ഞിട്ട് ഒരു കോൾ വരുന്നു. ആക്ച്വലി ഒരു ഇത് ഉണ്ടായിരുന്നു, ജസ്റ്റ് വാണ്ടഡ് നോ. അതൊരു വേറൊരു ക്യാരക്ടർ, ഒരു ബോയിൻ്റെ ഒരു യങ് ഹീറോ സപ്പോസ് ടു ഡു, അത് ഗേളിൻ്റെ ക്യാരക്ടറായിട്ട് മാറ്റിയത്. സോ ദാറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പം ലൈക്ക് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഇറ്റ് വാസ് ഓബ്വിയസ്ലി ലൈക്ക് വെരി ത്രില്ലിംഗ്. അതും സപ്പോസ് ടു ബി വിജയ് സെൻ്റെ വൺ ഓഫ് ദ ലാസ്റ്റ് മൂവീസ്. സോ ഗുഡ് ഫൺ, നല്ല ടീം. കഥ പറഞ്ഞ കഥ മൂവിയില്ലേ, അതില് എന്തായാലും ശ്രീനിയേട്ടനും മുകേഷേട്ടനും ഒരുമിച്ച് ചെയ്ത മൂവി. അപ്പോൾ അതിലെനിക്കൊന്ന് ഫസ്റ്റ് ധ്യാൻ അത് എന്തോ കണ്ട ടൈമില് ലാഗ് ആണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. എന്നിട്ട് അവസാനം മമ്മൂക്കയുടെ ഇത് വരുന്നു, ഇൻട്രൊഡക്ഷൻ വരുന്നു. അത് കഴിഞ്ഞിട്ട് ഫൈനലി ഇത് കണ്ടപ്പോൾ അടിപൊളി എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് മുകേഷേട്ടൻ ഓർമ്മയുണ്ടോ ആ ടൈമിൽ ധ്യാൻ കണ്ടതോ, അല്ലെങ്കിൽ ആ ഒരു എന്താണ് ധ്യാൻ ആ സമയത്ത് അതൊന്ന് പറയാമോ? അത് 1-2 പറഞ്ഞിട്ടുണ്ട്. അന്ന് അത് എനിക്കൊന്ന് ഫസ്റ്റ് കട്ട് എഡിറ്റ് കഴിഞ്ഞ ശേഷം അച്ഛനത് CD-യിലാക്കിയിട്ട് അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ വീട്ടിൽ കൊടുത്തു വിട്ടിരുന്നു. അപ്പൊ ഞാനിത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പൊളിച്ചിട്ട് ഞാൻ ഇതിനകത്ത് ലാപ്ടോപ്പിലിട്ടിട്ട് ഇത് കണ്ടു. കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര. അപ്പൊ നമ്മള് സിനിമയിൽ വരുന്നതിന് മുന്നേ ആയതുകൊണ്ട് സിനിമ ക്രിട്ടിക്കാം, എന്ത് കണ്ടാലും വിലയിരുത്തും. ഇപ്പോഴത്തെ പുറമെയുള്ള ആൾക്കാരുടെ അതെ ഇത്. അപ്പൊ ഞാൻ കണ്ടു, അച്ഛനോട് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കാറൊക്കെ ഉണ്ട്, സിനിമ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് എന്നൊക്കെ. ഇത് കണ്ടത് പുള്ളി അറിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, നീ അത് കണ്ടോന്ന് ചോദിച്ചു. ഞാൻ കണ്ടു, ഓടാൻ തീരെ സാധ്യതയില്ല. അത് തന്നെ അത് എനിക്ക് നമുക്ക് ഒരാളുടെ ഇതാണല്ലോ. അപ്പോ ആണോ അത് രാവിലെ നിനക്ക് ഫസ്റ്റ് ഹാഫൊക്കെ ഭയങ്കര വലിച്ചു നിർത്തിയ പോലെ ഉണ്ടല്ലേ. അത് പിന്നെ ലാസ്റ്റ് മമ്മൂട്ടിങ്ങൾ വന്നിട്ട് അത് കുഴപ്പമില്ല, അത് ഒരു ചെറിയ കുട്ടികളെടുത്തൊക്കെ പറയുന്ന ഡയലോഗൊക്കെ വീക്ക് എന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. അപ്പൊ ആദ്യമായിട്ട് അച്ഛനും മുകേഷങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് വലിയൊരു നഷ്ടം, നമ്മള് നാളെ കുടുംബം അപ്പൊ എനിക്ക് ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ എന്ത് നമ്മുടെ കുടുംബം ഇതായി പോവോ, അച്ഛൻ ഇതിലെ കടക്കണിയിലായി പോവോ എന്നൊക്കെയുള്ള ടെൻഷൻ മനസ്സിലായിട്ടുണ്ട്. അല്ല, അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. രാംജി റാവു സ്പീക്കിങ്ങില് പ്രിവ്യൂ ഷോ ഇട്ടിട്ട് അവരെല്ലാവരും ഈ ചെക്കിങ് ആണ്, പ്രൊഡ്യൂസർ, ഡയറക്ടർ, ബാക്കിയുള്ള എല്ലാവരും ഈ സിനിമ കാണാൻ വരുന്നവരുടെ മുഖവും അവരുടെ ഭാവങ്ങളും
അത് കഴിഞ്ഞിട്ട് ഭയങ്കര നിരാശയായിരുന്നു എല്ലാവർക്കും. കുറെ കുട്ടികളുണ്ടായിരുന്നു, അവരൊരിക്കൽ പോലും ചിരിച്ചില്ല. അവർക്ക് മനസ്സിലായില്ല ഇത് അങ്ങനെയാണ്. ഓണത്തിന് റിലീസ് ചെയ്യാതെ ഓണത്തിൻ്റെ 2 ആഴ്ച മുമ്പ് റിലീസ് ചെയ്തത്. ആ ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിട്ടാണ്. ആ പിള്ളേരും ചിരിച്ചില്ല, പലരും ചിരിച്ചില്ല. ഇതെന്തോന്നത് ഒരു റാംജി റാവു എന്തോന്നൊക്കെ പറഞ്ഞിട്ട് പിൽക്കാലത്ത് അത് ഗംഭീരമായി. അപ്പം അതിൻ്റെ കൂടെ ഒരു അനുബന്ധ കഥ എന്ന് പറയുന്നത് ഇതാണെങ്കിൽ പ്രിവ്യൂ ഷോസ് മദ്രാസിൽ എപ്പോഴും നടത്തും. 2 റിലീസിൻ്റെ ഒരു 3 ദിവസം മുമ്പ് അതിന് പ്രിവ്യൂ തിയേറ്റേഴ്സ് ഉണ്ട്. അവിടെയാണ് ഈ തെലുങ്ക്, കന്നഡ, തമിഴ് ആൾക്കാരും കൂടെ വരും. നല്ല മലയാളം സിനിമയാണെങ്കിൽ റൈറ്റ്സ് കച്ചവടം നടക്കും. അപ്പോൾ ഇങ്ങനെ സിനിമ തുടങ്ങി. അപ്പോൾ അവിടെ ഒരു നായർ, അദ്ദേഹത്തിൻ്റെ ഫാമിലി, മിസ്റ്റർ നായർ ആൻഡ് ഫാമിലി, അവർ താമസിച്ചേ വരത്തുള്ളൂ. അവർ ജോലിയെല്ലാം കഴിഞ്ഞ് താമസിച്ചേ വരത്തുള്ളൂ. താമസിച്ച് വരുമ്പോൾ കംപ്ലീറ്റ് ഇരുട്ടായിരിക്കും. അപ്പം തന്നെ ആളുകൾ ചിരി തുടങ്ങും. ഇവരുടെ തപ്പി ഒരാളുടെ മടി കയറിയിരിക്കും. അപ്പോൾ ഭയങ്കര ചിരി. അപ്പോൾ ഈ കാണാൻ വന്നിരിക്കുന്ന ആൾക്കാർക്ക് ഇതറിഞ്ഞൂടല്ലോ. അവർ പടത്തിനകത്ത് കോമഡിയാന്ന് വിചാരിച്ചിട്ട് ഒരേ സിറപ്പ്, ഡയലോഗൊന്നും അവർക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഒരുപാട് ആർട്ട് ഫിലിമൊക്കെ വൻ വിലയ്ക്ക് മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. പിന്നെ അവിടെ ഈ ഒരൊറ്റ ഷോയ്ക്കാണുള്ള ചിരി മിസ്റ്റർ നായരും വൈഫും വരുന്നത്. അതൊന്നും ഏതാണ് ഓടുന്നത് ഏതാ ഓടാത്തതെന്നും നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോഴും സിനിമ സ്റ്റീവൻ സ്പിൽബർഗ് ഒക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഐ കാൺട്ട് ജഡ്ജ് എന്ന് പറഞ്ഞു. കാര്യം അങ്ങനെ ഒരു ഫോർമുല ഇല്ലല്ലോ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോകത്തിലെ ഏറ്റവും നല്ല എഡിറ്റേഴ്സ്, ലോകത്തിലെ ക്യാമറയെക്കുറിച്ച് അറിയാവുന്ന ഏറ്റവും വലിയ ആൾക്കാർ, അഭിനയത്തെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർ, പിന്നെ സ്ക്രിപ്റ്റിനെ കുറിച്ച് അറിയാവുന്ന ആൾക്കാരാണ് പിന്നെ നൂൺ ഷോയ്ക്ക് ഇരിക്കുന്നത്, തിയേറ്ററിൽ വന്നിരിക്കുന്നത്. ബാക്കി നമുക്കൊന്നും അറിഞ്ഞൂടാ. പോരാ, കുറച്ച് അവർ തീരുമാനിക്കുന്നതാണ്. അല്ല നമുക്കെന്തറിയാം. അതുപോലെ ഈ അക്കരന്നൊരു മരം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടല്ലോ, അതിലെ ഡയലോഗാണെങ്കിൽ ഇപ്പോഴും ഞാൻ എത്ര ആ സാധനമുണ്ട് ശ്രീകേട്ടൻ. അപ്പൊ അത് ആ ടൈമിൽ ഒരു കംപ്ലീറ്റ് ഇംപ്രവൈസേഷൻ ആണെങ്കിൽ പറയാമോ, അല്ലെങ്കിൽ അത് ഡെവലപ്പായ ആ സീനിനെ പറ്റി പറയാനാണെങ്കിൽ? അല്ല, അത് എഴുതിയത് തന്നെയാണ്. അത് ആ അറബ് വാക്കെല്ലാം ശ്രീനി ആരകത്വമെന്നൊക്കെ മനസ്സിലാക്കി എഴുതിയത് തന്നെയാണ്. പക്ഷേ ഇങ്ങനെ വരുമെന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഈ എല്ലാ കാലത്തും ഉള്ള ഒരു തമാശയാണ് എന്ന് വരുന്നത് നമുക്ക് അറിഞ്ഞൂടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചും നമ്മളെല്ലാം ഭയങ്കരമായിട്ട് ചിരിച്ചു, ശരിയാണ്. പക്ഷെ അത് അതിൻ്റെ ഓരോ കടകൾക്കൊക്കെ പേരിട്ടിരിക്കുന്നു, കിമാത്തി അൽബാനി എന്ന് പറഞ്ഞു. ആരെങ്കിലും വിചാരിച്ചാണ് അതൊക്കെ അത് സുവർണകാലമാണ്. പറയുന്നുണ്ട്, വരുന്ന വഴിക്ക് ചായ പിടിച്ചു എന്ന് പറയുമ്പോ വരുന്ന ഞാൻ അതിനകത്ത് പറയുന്നുണ്ട്, ഞാൻ പണ്ട് മദ്രാസിൽ പണിക്കുന്നോണ്ട് അറബി അറിയാന്നൊക്കെ. ലോജിക്കും കൂടെ വിടത്തില്ല. ലോജിക്ക് വിട്ട് കഴിഞ്ഞാൽ പോയി. അന്ന് തന്നെ ഇവര് എഡിറ്റേഴ്സ് ഫസ്റ്റ് ഷോയ്ക്ക് വന്നിരിക്കുന്നവർ പറയും, ഇതെവൻ എങ്ങനെ അറിയാം? അവനൊക്കെ പിന്നെ തേങ്ങാപ്പീര ഇട്ടിട്ടാ പോകുന്നത്. അതുകൊണ്ട് ആർക്കും ഒരു സംശയമില്ല. തായ്ലാൻഡ് വാരണാസിയൊക്കെ ട്രിപ്പൊക്കെ പോകുന്നതല്ലേ, ഭയങ്കര എക്സ്പീരിയൻസ് ആക്ച്വലി എങ്ങനെയുണ്ടായിരുന്നു? അതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുമ്പ് തന്നെയാണ് പോയി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം കേദാർനാഥാണ്. ഞാൻ പോയതിൽ വെച്ചിട്ട് ഒന്നും കൂടെ തിരിച്ചു പോകണം എന്ന് തോന്നിയത് കേദാർനാഥിലെ അവിടെ ഒരു 22 കിലോമീറ്റേഴ്സ് ആണ് നമ്മൾ ട്രക്ക് ചെയ്തിട്ട് ആ അമ്പലത്തിലേക്ക് കയറേണ്ടത്. അത് എനിക്ക് തോന്നുന്നു ആ ഒരു ഈ ഹിമാലയൻ ലസ്റ്റ് എന്ന് പറയുമല്ലോ, ആ ഒരു മൗണ്ടെയിനിന് ഒരു സ്പിരിച്വൽ ഒരു വൈബ്രേഷൻ ഉണ്ട്. സോ വെൻ യു ഗോ ദേർ ഇറ്റ്സ് ലൈക്ക് നമ്മളെ കംപ്ലീറ്റ്ലി നമ്മളുടെ ഒരു സ്പേസിൽ നിന്ന് മാറി നമ്മൾ തിരിച്ചു വരുമ്പം ഐ ഹാവ് ബീൻ എ ഡിഫറെൻറ്റ് പേഴ്സൺ. അതും പ്രത്യേകിച്ച് ഞാനൊരു ബിഗ് ബോസിൻ്റെ നെക്സ്റ്റ് ഒരു ഫ്യൂ മന്ത്സിനുള്ളിൽ പോയതുകൊണ്ടായിരിക്കാം മേ ബി. പിന്നെ വാരണാസി ഈസ് ഓൾവേസ് ആൾക്കാർ പറയുന്ന പോലെ തന്നെ അതൊരു വേറൊരു ട്രാൻസ് ആണ്. നമ്മളൊരു 3000 വർഷം മുൻപ് എന്തോ ജനിച്ച് അല്ലെങ്കിൽ നമ്മൾ അവിടെ നിൽക്കണോ എന്നുള്ളൊരു സ്പേസിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. സോ ഐ ലവ് ട്രാവലിംഗ്. ഈ എക്സ്പീരിയൻസ് ഒക്കെ സെറ്റിൽ പറഞ്ഞിട്ടുണ്ടോ? പോയ ഇങ്ങനൊരു സംഭവം വന്നുകൊണ്ട് ഇതൊക്കെ അറിയാൻ പറ്റും. ഞാൻ ഡാൻസ് പഠിക്കുന്നതിന്റെ ഗ്രൂപ്പ് ഡിസ്പേഴ്സ്.
ശരി സാർ. അല്ല വി വർ റിയലി ബിസി. മറ്റേ ഡാൻസിന്റെ സ്റ്റെപ്പൊക്കെ പഠിക്കണതിൽ ഭയങ്കര ബിസി ആയിരുന്നു ഞങ്ങൾ എല്ലാവരും. കാരണം നല്ല കോർഡിനേഷൻ ആയിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങളെന്തിനും ഫ്രീ ആയിരുന്നു. ഈ മഹേഷിന്റെ പ്രതികാരം മൂവിന്റെ അതിന്റെ ഒരു അതർ ലാംഗ്വേജിൽ അനുശ്രീ ചെയ്ത ക്യാരക്ടറാണ് ചെയ്തത്. ഇപ്പൊ ഇവിടെ അനുശ്രീ ചെയ്ത ക്യാരക്ടർ നോക്കുമ്പോൾ അതിനകത്ത് ടേപ്പ് അല്ലെങ്കിൽ കുറെ ട്രോളുകൾ പരിപാടികളുണ്ടായിരുന്നു. ചിലപ്പോൾ അവിടുത്തെ ക്രൗഡ് അതിനെ വെൽക്കം ചെയ്ത രീതി ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കാം. എങ്ങനെയാണ് മറ്റേ ദാറ്റ് ലെവൽ ഓഫ് ടേപ്പ് ഇല്ലായിരുന്നു. ഇല്ല, അത് അവർക്ക് അതൊക്കെ നോർമൽ. അവർക്ക് കുറച്ചൊരു നോട്ടി, ഒരു ലിറ്റിൽ ഓഫ് ദ ട്രാക്ക് ക്യാരക്ടേഴ്സ് ആണ് ആ ഇൻഡസ്ട്രിക്ക് ഇഷ്ടമാണ്. അതാണ് ഓഡിയൻസ് അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്നവരല്ല, എല്ലാം വെൽക്കം ചെയ്യും. അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ ഉണ്ടായാലും ആക്ച്വലി കുഴപ്പമില്ല. ബിക്കോസ് എന്തെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടാലാണ് ഒരു ക്യാരക്ടർ ഇറ്റ് സ്റ്റാൻഡ് ഔട്ട്. അപ്പം അത് ഐ തിങ്ക് എനി കൈൻഡ് ഓഫ് തിങ് ഇസ് ഫൈൻ. ആൻഡ് ഐ തിങ്ക് അനുശ്രീ നന്നായിട്ട് ചെയ്തിരുന്നു. അത് കുറച്ചുകൂടെ മാറ്റി, ആ ക്യാരക്ടർ സെയിം അല്ല, കുറച്ചുകൂടെ ലോങ്. ഇത് വേറൊരു ബാക്ക് സ്റ്റോറി, അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരും. സോ എക്സാക്ട്ലി സെയിം ക്യാരക്ടർ അല്ല. അല്ല, ഇതിനകത്ത് നമ്മൾ മിസ് ചെയ്യുന്ന രണ്ടുപേരുണ്ട് കേട്ടോ. ജോണി ആൻ്റണിയും സുരേഷ് കൃഷ്ണയും രണ്ടുപേരും വളരെ ഗംഭീരമായിട്ടുള്ള റോള് ചെയ്ത രണ്ടുപേരാണ്. ഈ കഥാപരമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു ജോണി ആൻ്റണി ഒരു അങ്ങനെ വ്യത്യസ്തമായൊരു റോളാണെന്ന് ഞാൻ പറയുന്നില്ല, ഹ്യൂമറസ് ആണ്. എന്നാൽ സുരേഷ് കൃഷ്ണ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരു ഡോൺ, അതും ഹ്യൂമറസ് ആയിട്ടുള്ള. അത് അദ്ദേഹം സീരിയസ് ആയിട്ടാണ് ചെയ്യുന്നത്, നമുക്കെല്ലാം തമാശ. അപ്പോൾ അത് രണ്ടും എല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇവർക്ക് വലിയ നിർബന്ധമായിരുന്നു. വിൻറ്റേഷനും ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ പ്രജിത്തിനുമൊക്കെ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, കാട് ഇവിടെയും കാട് എല്ലാം സെയിം അല്ലേ. നമ്മൾ ഈ മംഗലാപുരത്തു നിന്ന് ബാംഗ്ലൂരിലോട്ട് പോകുന്ന വഴി, ബാംഗ്ലൂരിൽ നിന്ന് മൈസൂരിലോട്ട് പോകുന്ന വഴി, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇവിടെ തെങ്കാശിയിൽ പിന്നെ തെന്മലയൊക്കെ നമ്മുടെ കൊല്ലത്തിൻ്റെ അടുത്താണ്. അതല്ലെങ്കിൽ തന്നെ കുറച്ചങ്ങോട്ട് മാറിയ അപ്പോൾ പറയുന്ന ആ സ്ഥലം ചേട്ടനത് മനസ്സിലാവത്തില്ല, ആ സ്ഥലം കണ്ടെങ്കിൽ മാത്രമേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു എന്തെന്ന് നമ്മൾ കാണാത്ത കാടാ. അവിടെ ചെന്നിട്ട് ഈ കഥയുമായിട്ട് ഒന്ന് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും ഇവിടെ കാണാം നമ്മൾ വന്ന് അകപ്പെട്ടു പോയാൽ. കാര്യം ഇങ്ങനെ കണ്ണെത്താത്ത ദൂരത്ത് ഇങ്ങനെ കിടക്കാണ്. ഒരു വിജനമായിട്ടുള്ള ആ കാറ്റിനും ഒരു ചെറിയ ഭീകരതയുണ്ട് അടിക്കുമ്പം. അതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ ഒരു സിറ്റുവേഷനാണെങ്കിൽ അപ്പോൾ അതൊക്കെ ഒരു സെലക്ട് ചെയ്തതും അവിടെ കൊണ്ട് തന്നെ ഷൂട്ട് ചെയ്തതും ഒക്കെ വളരെ ചില സ്ഥലത്തൊക്കെ നമ്മൾ കാർ ജീപ്പ് കൊണ്ട് നിർത്തി രാത്രിയിൽ വഴിതെറ്റി നിൽക്കുമ്പോഴത്തേക്ക് ഒരു ജംഗ്ഷനാണ്, അവിടെ ചായ കുടിക്കുന്ന ആൾക്കാർ അടുത്തടുത്തടുത്ത് വന്ന് ഇങ്ങനെ നോക്കുമ്പം പെട്ടെന്ന് നമ്മൾ ഒറിജിനലിലോട്ട് പോകും. ഷോർട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഒരു പ്രതീക്ഷയില്ലാത്ത, നമ്മളെ ഭാഷ പോലും അല്ലാത്ത കന്നഡക്കാർ വന്നിട്ട് പിന്നീട് ഒരു ആക്രമിക്കാൻ വേണ്ടി വരുന്നതും രക്ഷപ്പെടുന്നതും ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ നടന്നത് കൊണ്ടാണ് നമുക്ക് കുറെ കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഒരു കഥാപാത്രം. പക്ഷെ ഇത് പ്രജിത്ത് പറഞ്ഞു ഇത്രയും അല്ല, കുറെ കൂടെ നടന്നു. നമുക്ക് അത്രയും ഒറിജിനലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ, ഇവർക്കല്ലേ അനുഭവം ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് സൂപ്പർ സിന്ദഗിക്കുണ്ട്, അത് സംശയമില്ല. ഒരു പുതിയ അഭിനേതാക്കൾക്കും ഇങ്ങനെ ഒരു അനുഭവം വന്നപ്പം ഡെഫിനറ്റ്ലി ആ സ്ഥലത്തൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടാവും. All the very best.